ഹലോ, ഞങ്ങളിന്ന് എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? നമ്മുടെ മദ്രാസ് വെജിറ്റബിൾസിൽ വെക്കേഷനൊക്കെ അല്ലേ, നമ്മൾ കുട്ടികളെയും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലപ്പുഴ വരെ പോയപ്പോൾ അതാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. കൃതിയെ ആദ്യമേ ചെന്നപ്പോൾ തന്നെ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. നമ്മളിതാ മസാല ദോശ ഉണ്ട്. ഇവിടുത്തെ മസാല ദോശ വെല്ലം വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വെജാണ്, പക്ഷെ നല്ലതാണ് കേട്ടോ. ഇവിടുത്തെ മസാല ദോശയും പൂരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാനിപ്പൂരി, പിന്നെ ബേൽപൂരി, ഇവിടുത്തെ പനീർ കറി എല്ലാം സൂപ്പറാണ് കേട്ടോ. അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് ദാണ്ട കൃതിക ഐസ്ക്രീം കഴിച്ചപ്പോഴേ ഫിറ്റായി കിടക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റിലയൻസ് മോളിൽ ഇപ്പം കുട്ടികൾക്ക് വേണ്ടി ഒരു ഫൺ സോൺ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാർത്തിക്കിനെ അവിടെ കൊണ്ടുപോകാൻ നമ്മളെ നേരത്തെ പ്രോമിസ് ചെയ്താണ്. കുറച്ച് നാളായിട്ട് അവൻ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടെ അല്ല, ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറാമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയം ലേറ്റായി, പിന്നെ റെഡിയായി വന്നപ്പോൾ അതിലും ലേറ്റായി, വണ്ടി കയറാൻ കുറച്ചും കൂടെ ലേറ്റായി. അപ്പോൾ പിന്നെ പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ബീച്ചിലൊക്കെ പോകാം എന്ന് വിചാരിച്ചു. ബീച്ചിൽ ഇപ്പോൾ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുന്നതിന് മുന്നേ പോകണം. അങ്ങനെ ദേ ഇവിടെ വന്നപ്പോൾ അതാ കുട്ടികളെ എന്തിനാ നമ്മൾ കുറ്റം പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ എൻ്റെ അകത്തോട്ടൊരു ചാട്ടം ചാടാൻ തോന്നി. പക്ഷെ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല. എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഇവിടെ നിർത്തി ഗൈസ്. അവിടെ ചെന്ന സമയം കൊണ്ട് തന്നെ കൃതിയയ്ക്ക് കുറേ കൂട്ടുകാരെ കിട്ടി. പക്ഷെ ഞാൻ ആരുടെയും വീഡിയോ എടുത്തില്ല കേട്ടോ. കൃതിയുടെ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ആ ബോളൊക്കെ വെച്ച് കൃതിയെ കളിച്ച് സെറ്റായി. പിന്നെ കാർത്തിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് കുഴഞ്ഞിറങ്ങി ഗൈസ്. അതിൽ നിന്നപ്പോൾ സത്യം പറയല്ലോ ചൂടറിഞ്ഞില്ല, നല്ല കാറ്റായിരുന്നു കേട്ടോ. പക്ഷെ അവിടുന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ആകെ മൊത്തം ചൂടായ ചൂടായ സ്വാഹ അല്ലേ. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ താഫ് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡില്ല, ഒരു ലൈം ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷെ കാർത്തിക്ക് ഷാർജ ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ ഞങ്ങളും ഷാർജ ഓർഡർ ചെയ്തു. പക്ഷെ പിന്നാണ് ഒരു കാര്യം മനസ്സിലായത്, ദാഹം മാറ്റാൻ വെള്ളം തന്നെ കുടിക്കണം. ഈ ഷാർജ കുടിച്ചിട്ട് ദാഹം തീരുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് വയറ് ഫുള്ളായി. കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് കുടിക്കാതെ പകുതിക്ക് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഷെയർ ഇട്ട് കുടിക്കുന്നത് കൊണ്ട് ഗ്ലാസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര വലിയാണ് കേട്ടോ. പുള്ളിക്കാരി അങ്ങോട്ട് വലിക്കുമ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വലിക്കും. അങ്ങനെ പിന്നെ ഒരു പരുവത്തിന് അവിടെ ഇരുന്ന് ഷാർജയൊക്കെ കുടിച്ചു. ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്താൽ കുടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.